ഈ വീഡിയോയിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. അതിൽ ലേ ലഡാക്ക്, അതുപോലെ തന്നെ POK ഭാഗത്ത് നടക്കുന്ന ചില കലാപങ്ങൾ, അതുപോലെ തന്നെ ഗാസയുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ഗാസ അവിടുത്തെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു ബ്ലൂ പ്രിൻ്റ്. ഇതിപ്പോൾ എത്രാമത്തെ ബ്ലൂ പ്രിൻ്റ് ആണെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. ആ രീതിയിലാണ് ഇപ്പോൾ പുതിയ ബ്ലൂ പ്രിൻ്റ് വന്നിരിക്കുന്നത്. കാരണം നെതന്യാഹു പോയിട്ട് ഇപ്പോൾ 4-5 ദിവസമായിട്ട് വൈറ്റ് ഹൗസിൽ തന്നെയാണ് ഇരുന്ന് കാര്യങ്ങളൊക്കെ ചർച്ച നടത്തുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് നെതന്യാഹു ഖത്തർ അമീറിനെ നേരിട്ട് വിളിച്ചു സംസാരിച്ചു. ആ വാർത്തകളൊക്കെ മാധ്യമങ്ങൾ അവർക്ക് വേണ്ട രീതിയിൽ അത് വളച്ചൊടിച്ച് അവരുടേതായിട്ടുള്ള നെറേറ്റീവിലാണ് ആ വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. പക്ഷേ നെതന്യാഹു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാനിവിടെ വെക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ട്രംപിന്റെ ഓഫീസിൽ നിന്ന് ഡയൽ ചെയ്ത് ഖത്തർ അമീറുമായിട്ട് സംസാരിച്ചിട്ട് നെതന്യാഹുവിന്റെ കയ്യിൽ ഫോൺ കൊടുത്തതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ നെതന്യാഹു പറഞ്ഞു വെച്ച വിഷയം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ നിങ്ങളുടെ രാജ്യത്ത് നടത്തിയ ആക്രമണം അത് തികച്ചും തീവ്രവാദികൾക്കെതിരെയുള്ള ആക്രമണമാണ്, അല്ലാതെ ഖത്തറിന്റെ സോവറിനിറ്റിയെ ലംഘിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തിയ ആക്രമണമല്ല. ഞങ്ങൾ നടത്തിയ ആക്രമണത്തിൽ ഖത്തർ പൗരന്മാരായിട്ടുള്ള ആൾക്കാരെ ലക്ഷ്യം വെച്ചല്ല ഞങ്ങൾ ആക്രമണം നടത്തിയത്. ഇതിലൂടെ നെതന്യാഹു പറഞ്ഞു വെച്ചത് ഇസ്രായേൽ ഖത്തറിന് മേൽ നടത്തിയ തീവ്രവാദികൾക്കെതിരെ നടത്തിയ ഒരു ആക്രമണം ശരിയാണ്, പക്ഷേ ബൈ മിസ്റ്റേക്കൻലി ഖത്തർ പൗരനായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. വേണമെങ്കിൽ ഇതിനെ കേരളത്തിലുള്ള മാധ്യമങ്ങൾക്ക് വേണമെങ്കിൽ അത് ക്ഷമാഭ്യർത്ഥന നടത്തിയതാണ്, അല്ലെങ്കിൽ അത് ഏത് രീതിയിൽ വേണമെങ്കിലും അവർക്ക് വളച്ചൊടിച്ച് എഴുതാം. പക്ഷേ റിയാലിറ്റി ഇതാണ്. സ്റ്റേറ്റ്മെന്റ് ഞാനിവിടെ വെക്കുന്നുണ്ട്. ഇതാണ് നെതന്യാഹു പറഞ്ഞു വെച്ച സ്റ്റേറ്റ്മെന്റ്. Jared Kushner for their indefatigable work to bring Israel and Arab states in the region closer together. I am deeply grateful to both of them for their work. We had a phone call today just to make it clear. I said to the Prime Minister of Qatar, Israel was targeting terrorists, wasn't targeting Qatar. And of course, we regretted the loss of the Qatari citizens. It wasn't our target. And I very much appreciate President Trump's proposal to have a trilateral body, the United States, Israel, and Qatar, to work out respective grievances. There are quite a few. But if we can try to mitigate them or put it on a different footing, I think that'll be good for everyone. അപ്പോൾ ആ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ POK ഭാഗം എന്ന് പറഞ്ഞാൽ അത് തീവ്രവാദികളുടെ കേന്ദ്രമായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് POK. അതായത് ഇന്ത്യക്കെതിരെ ഏതൊക്കെ രീതിയിൽ തീവ്രവാദികളെ ഇന്ത്യക്കുള്ളിൽ കടത്തിവിടാൻ വേണ്ടിയിട്ട് അതൊരു കേന്ദ്രമായിട്ട് തന്നെ പാകിസ്ഥാൻ വളവും വെള്ളവും ഒഴിച്ചു കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്ന തീവ്രവാദികളുടെ ഷെൽട്ടറുള്ള സ്ഥലങ്ങളാണ് ഈ POK മൊത്തത്തിൽ. അപ്പോൾ ഇപ്പോൾ POKയിൽ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ഇന്ന് ഒരു വെടിവെപ്പുണ്ടായി. ആ വെടിവെപ്പിൽ 7 പേർ കൊല്ലപ്പെട്ടു. 7 പേർ കൊല്ലപ്പെടാനുള്ള കാരണം വേറെ ഒന്നുമില്ല, ഈ POKയിലുള്ള ജനങ്ങൾ 3 പട്ടാളക്കാരെ കടത്തിക്കൊണ്ടുപോയി. ഈ 3 പാകിസ്ഥാൻ പട്ടാളക്കാരെ ഇവർ എന്തുകൊണ്ടാണ് കടത്തിക്കൊണ്ട് പോയതെന്ന് വെച്ചാൽ, പാകിസ്ഥാനികൾ ശരിക്കും ഇവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നില്ല. ആരുടെ? POKയിലുള്ള കശ്മീരികളുടെ. അപ്പം അതായത് ഇവർക്ക് നല്ല എഡ്യൂക്കേഷൻ ഇല്ല, ഇവർക്ക് ഇലക്ട്രിസിറ്റി ഇല്ല, ഇവർക്ക് വെള്ളമില്ല, ഇവർക്ക് ഒരു രീതിയിലുള്ള അവകാശങ്ങൾ പോലും ഇല്ല. ഇവർക്ക് എയ്ഡ് കൊടുക്കുന്നില്ല. ഇപ്പോൾ വെള്ളപ്പൊക്കം വന്നു, ഫ്ലഡ് വന്നു, എന്തെങ്കിലും ദുരന്തങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ദുരന്തങ്ങൾക്കുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റിനുള്ള ഫണ്ട് കൊടുത്ത് സഹായിക്കുന്നില്ല. അതാണ് ശരിക്കും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് തന്നെ ഈ ജനങ്ങൾ കഴിഞ്ഞ മാസം ഇതിലെ ഈ സീപക് കോറിഡോറിലേക്ക് കടന്നു പോയിക്കൊണ്ടിരുന്ന ചൈനീസ് വാഹനങ്ങളെ തടഞ്ഞു നിർത്തിയിട്ട് അവിടെ ഒരു റോഡ് തടയൽ സമരം നടത്തിയിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഏതാണ്ട് 2 ആഴ്ചയോളം നീണ്ടു നിന്നു. ചൈന അതിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ്. എന്നിട്ട് പൊറുതി മുട്ടിയിട്ടാണ് ഈ ഒരു സീപക്കുമായിട്ട് ഈ ഒരു മുന്നോട്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ചൈന തീരുമാനം എടുത്തത്. കാരണം പാകിസ്ഥാന് ഈ വാഹനങ്ങൾക്കും അതേപോലെ തന്നെ ചൈനീസ് എംപ്ലോയീസിനൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ POKയിൽ ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് രൂപപ്പെട്ടിരിക്കുന്നത്. ഈ പ്രതിഷേധം നടത്തുന്ന ഈ ആൾക്കാരുടെ കയ്യിലൊക്കെ തോക്കുണ്ട്. അത് സാധാരണക്കാരനായിട്ടുള്ള ആൾക്കാരുടെ കയ്യിലൊക്കെ എന്തിനാണ് തോക്ക്? തീർച്ചയായിട്ടും ഇവരുടെ ഉള്ളിൽ തീവ്രവാദികളുടെ ആ ഒരു കടന്നുകയറ്റം നല്ല രീതിയിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാൻ, അതായത് POKയിൽ, പാക് ഒക്കുപൈഡ് കശ്മീരിൽ നല്ലൊരു വിഭാഗം ജനങ്ങൾ തീവ്രവാദികളാണ്, തീവ്ര ഇസ്ലാമിക നിലപാടുള്ള വ്യക്തികളും കൂടിയാണ്. അതാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. കാരണം അവിടെ ഹമാസ് വരെ വന്ന് റോഡ് ഷോ നടത്തിയിട്ട് പോയ സ്ഥലമാണ് POK. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ POK ഇന്ത്യക്ക് വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അവിടെ നിലനിൽക്കുന്ന ഈ തീവ്ര നിലപാടുള്ള ഈ വ്യക്തികളെ നമ്മൾ എങ്ങനെയാണ് ഇന്ത്യക്കുള്ളിൽ സ്വീകരിക്കുക? തീർച്ചയായിട്ടും നടക്കുന്ന കാര്യമല്ല. നമുക്ക് സ്ഥലം വേണം, പക്ഷേ ഈ ജനങ്ങളെ നമുക്ക് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യചിഹ്നമാണ്. ഇതാണ് ഇപ്പോൾ POKയിൽ നിലവിൽ ഇന്ന് 1-2 ദിവസങ്ങളായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം. ഇപ്പുറത്തെ ലേ ലഡാക്കുമായിട്ട് ബന്ധപ്പെട്ട് ഈ സോനം വാങ്ചുക്കിനെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് അറസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ അവിടെ ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തു. ഇപ്പോഴും അവിടെ 144 തന്നെയാണ് നിലനിൽക്കുന്നത്. റൂൾ 144 തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത് ലഡാക്ക് ലേയിൽ. പക്ഷേ ഈ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇന്ത്യ ഒട്ടാകെ അലയടിക്കുമെന്ന് വിചാരിച്ച് കാത്തിരുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. പുതിയ തലമുറയിൽപ്പെട്ട ഈ ജൻസികളെല്ലാം തന്നെ തെരുവിലിറങ്ങണം, പ്രൊട്ടസ്റ്റ് ചെയ്യണം, സർക്കാരിനെ മറിച്ചിടണം. അതായത് ശ്രീലങ്കയിൽ സംഭവിച്ചതുപോലെ, ബംഗ്ലാദേശിൽ സംഭവിച്ചതുപോലെ, നേപ്പാളിൽ സംഭവിച്ചതുപോലെ ഇന്ത്യക്കുള്ളിലും സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാർ. യുവാക്കളുടെ പ്രൊട്ടസ്റ്റ് വളരെ അനിവാര്യമാണ്, പക്ഷെ അത് പ്രൊട്ടസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ നടക്കണം. അതിലുപരിയായിട്ട് ഇങ്ങനെ ആഹ്വാനം ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, യുവാക്കൾ സ്വമേധയാ ചില കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും യുവാക്കൾ തനിയെ പ്രതിഷേധിക്കും. അങ്ങനെ വേണം പ്രതിഷേധങ്ങൾ രൂപപ്പെടാൻ. അതിനെയാണ് ഹെൽത്തി ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത്. അല്ല, അതിലുപരിയായിട്ട് ഒരാളിങ്ങനെ വിളിക്കരുത്. അങ്ങനെ വിളിക്കുന്നത് മോശപ്പെട്ട കാര്യമാണ്.
അത് ഏത് പാർട്ടി ആയാലും. അപ്പോൾ ആ രീതിയിൽ ലഡാക്കിന്റെ പ്രശ്നം ഒരു പരിധി വരെ ഇപ്പം കെട്ടടങ്ങിയിരിക്കുകയാണ്. അതാണ് ഇപ്പം നിലവിലെ അവസ്ഥ. ഈ വാങ് ചുക്കിനെ അറസ്റ്റ് ചെയ്ത് ഇപ്പം പുള്ളിക്കാരൻ റിസീവ് ചെയ്ത ഫണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇപ്പം ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊരു സൈഡിൽ നടക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരെ ഗാസയുടെ വിഷയം, അമേരിക്കയിൽ ട്രംപും നെതന്യാഹും നടത്തുന്ന ചർച്ച. അപ്പം ഖത്തറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഖത്തർ അമീർ ഇപ്പോൾ ഹാപ്പിയാണ്. എന്തായാലും നെതന്യാഹു വിളിച്ചു, സംസാരിച്ചു, കാര്യങ്ങളൊക്കെ ഒരുവിധം മുന്നോട്ട് പോട്ടെ, ട്രംപ് ഉപദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. നെതന്യാഹു അറിയാമല്ലോ, നെതന്യാഹു ട്രംപ് എന്ന് പറയുമ്പോൾ തന്നെ ട്രംപിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നെതന്യാഹുവിന് അറിയാം. അതേ രീതിയിൽ തന്നെ പൊക്കി അടിച്ച് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ട്രംപ് അതനുസരിച്ച് ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് 20 പോയിന്റുകളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. 20 പോയിന്റുകൾ പലപ്പോഴും നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്ത പോയിന്റുകളാണ്. പക്ഷേ എന്നാലും ഞാൻ മെയിൻ ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു പോവാം. ഇപ്പം ഞാനിവിടെ ഒരു മാപ്പ് വെക്കുന്നുണ്ട്. ഈ മാപ്പ് നിങ്ങൾ നോക്കിക്കോ. ഇതിൽ ബ്ലൂ ലൈൻ ഉണ്ട്, യെല്ലോ ലൈൻ ഉണ്ട്, റെഡ് ലൈൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ആ ഒരു ബോർഡർ ഏരിയയിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇത് ബഫർ സോൺ ആണ്. ഇതാണ് കാറ്റഗറി. ഗാസ ഇങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്. ഖാൻ യൂനിസ്, നെറ്റ്സറീം കോറിഡോർ ആ ഭാഗത്തുള്ള ആ ഒരു ചെറിയ ഒരു ഏരിയയാണ് ശരിക്കും ഈ ഒരു ബ്ലൂ ലൈനിലെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ ഈ ബ്ലൂ ലൈനിൽ നിന്നും ആ ഒരു ഏരിയയിൽ നിന്നും ഇസ്രായേലിൻ്റെ ഫോഴ്സ്, IDF ഫോഴ്സ് വിഡ്രോ ചെയ്യും ആദ്യഘട്ടത്തിൽ. അപ്പോൾ അങ്ങനെ വിഡ്രോ ചെയ്യുമ്പോഴത്തേക്കും ഹമാസും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. രണ്ടാം ഘട്ടത്തിൽ ഈ ബ്ലൂ ലൈനിൽ നിന്നും യെല്ലോ ലൈൻ വരെയുള്ള ഏരിയയിൽ നിന്നും IDF ഉദ്യോഗസ്ഥർ പിൻവാങ്ങും. അത് കഴിഞ്ഞ് മൂന്നാം ഘട്ടത്തിൽ പിൻവാങ്ങുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ബഫർ സോൺ വരെ വന്ന് നിൽക്കും. ഈ ബഫർ സോൺ വരെ വന്ന് നിൽക്കുന്നതാണ് ഈ ടോട്ടലായിട്ട് ഒരു 3 ഘട്ടങ്ങളിലായിട്ടുള്ള ഈ IDF ട്രൂപ്പ് വിഡ്രാവൽ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിന് ഓരോ കാലപരിധി ഉണ്ട്. ഇത് ഓരോ കാലപരിധിക്കുള്ളിലാണ്. ഇതാണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് ഇസ്രായേൽ കൊടുത്തിരിക്കുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി. എങ്കിൽ ഈ ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏറ്റവും ഫൈനൽ ടൂൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ഈ കാലയളവിൽ ഹമാസ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഹമാസ് ആയുധം ഒഴിവാക്കണം. ഹമാസിന്റെ ഒരു രീതിയിലുള്ള മിലിറ്ററി സെറ്റപ്പോ ഒരു രീതിയിലുള്ള ഗവൺമെന്റ് സെറ്റപ്പുകളോ ഗാസയ്ക്കുള്ളിൽ പാടില്ല. ഹമാസ് പൂർണ്ണമായിട്ടും ഗാസ വിട്ട് പോകണം. ഒന്നെങ്കിൽ ഈജിപ്തിലോട്ട് പോവുക, ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് കയറി പോവുക. അതായത് ആദ്യഘട്ട ഇസ്രായേലിന്റെ പിൻവാങ്ങൽ തുടങ്ങിയ ഉടനെ തന്നെ ബന്ദിമോചനം തുടങ്ങിയിരിക്കണം. ഇതാണ് ഇസ്രായേലിന്റെ കണ്ടീഷൻ. I believe that today we're taking a critical step towards both ending the war in Gaza and setting the stage for dramatically advancing peace in the Middle East. And I think beyond the Middle East, in very important Muslim countries. I support your plan to end the war in Gaza, which achieves our war aims. It will bring back to Israel all our hostages, dismantle Hamas's military capabilities, end its political rule, and ensure that Gaza never again poses a threat to Israel. If Hamas rejects your plan, Mr. President, or if they supposedly accept it and then basically do everything to counter it, then Israel will finish the job by itself. This can be done the easy way, or it can be done the hard way, but it will be done. We prefer the easy way, but it has to be done. All these goals must be achieved because we didn't fight this horrible fight, sacrificed the finest of our young men to have Hamas stay in Gaza and threaten us again and again and again with these horrific massacres. ഇത് എവിടെയാണ് സംസാരിച്ചെന്ന് പറഞ്ഞാൽ ഇത് വൈറ്റ് ഹൗസിൽ ഇരുന്നാണ് സംസാരിച്ചത്. ഖത്തറിന്റെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടായിരുന്നു, തുർക്കി റെപ്രസെന്റേറ്റീവ് ഉണ്ടായിരുന്നു, പാകിസ്ഥാന്റെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടായിരുന്നു, ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഇരുന്ന് തന്നെയാണ് ഈ ചർച്ച നടത്തി തീരുമാനം എടുത്തിരിക്കുന്നത്. പക്ഷേ ഹമാസിന്റെ റെപ്രസെന്റേറ്റീവ്സ് ഇവിടെ ഇല്ല. ഇനി ഹമാസ് എന്താണ് ഇതിനകത്ത് റെസ്പോണ്ട് ചെയ്തിരിക്കുന്നതും കൂടി നമുക്ക് ഒന്ന് നോക്കാം. ഹമാസ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഇതുവരെ ഈ രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻസും കിട്ടിയിട്ടില്ല, അതിന് നിങ്ങൾ എവിടെയാണെന്ന് പോലും നമുക്ക് അറിയില്ല എന്നുള്ളതാണ് മറ്റേ സൈഡിലുള്ള മറുപടി. അമേരിക്കയുടെ മറുപടി, നിങ്ങൾ എവിടെയാണ്, എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കും, ഞാൻ നിങ്ങളെ അറിയിക്കാം. അല്ല, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിൽ നിങ്ങൾ മുങ്ങി ഒളിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നിങ്ങളെ അറിയിക്കാൻ പറ്റുക? ഇനിയിപ്പം ഖത്തർ ഇവരുമായിട്ട് ഡീൽ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് അറിയിക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് ഹമാസിന് കിട്ടുന്ന അവസാനത്തെ അവസരമാണ്. ഹമാസ് ഇത് നിരസിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഈ പ്രപ്പോസൽ, ഇപ്പോൾ വൈറ്റ് ഹൗസിൽ നിന്നും ഇങ്ങനെ ട്രംപ് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രപ്പോസൽ ഹമാസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇത് കഴിഞ്ഞാൽ പറഞ്ഞിരിക്കുന്നത് ഇനി ആരെങ്കിലും ഇവിടെ വന്നിട്ട് പാലസ്തീനിയൻ സ്റ്റേറ്റ് വേണം അല്ലെങ്കിൽ ഗാസയ്ക്ക് വിമോചനം വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ വൈറ്റ് ഹൗസിന്റെ പടി ചവിട്ടി പോരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവസാനത്തെ അവസരം, ലാസ്റ്റ് ചാൻസ്. തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ സെക്യൂരിറ്റി സർവൈലൻസിലായിരിക്കും ഗാസ. അത് എവിടം വരെ? ഫിലഡൽഫി കോറിഡോർ വരെ, ഈജിപ്തിന്റെ ബോർഡർ വരെ ഇസ്രായേലിന്റെ സെക്യൂരിറ്റി സർവൈലൻസിന്റെ അണ്ടറിലായിരിക്കും ഈ ഗാസ. ഗാസയ്ക്കുള്ളിൽ ഖത്തറിന്റെ ഒരു രീതിയിലുള്ള പ്രസൻസും പാടില്ല. ഗാസയിലുള്ള ജനങ്ങൾക്ക് വേണമെങ്കിൽ ഈജിപ്തിലോട്ട് പോകണമെങ്കിൽ പോവാം. ഇതിലും ഉപരിയായിട്ട് ഒരു പോയിന്റ് കൂടി നെതന്യാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. അത് വേറൊന്നുമില്ല, അതായത് ഈ പാലസ്തീനിയൻ പ്രിസണേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇസ്രായേലിന്റെ ജയിലിലുണ്ടല്ലോ, അവരെ മോചിപ്പിക്കണം എന്നാണല്ലോ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കുറെ രാജ്യങ്ങൾ, ഖത്തർ, ഈജിപ്ത്, ജോർദാൻ, തുർക്കി, ഇവരൊക്കെയാണ് ഈ പാലസ്തീനിയൻ പ്രിസണേഴ്സിനെ റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞു വെച്ചിരുന്നത്. അതിനൊരു സൊല്യൂഷൻ നെതന്യാഹു കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ, ഈ പാലസ്തീനിയൻ പ്രിസണേഴ്സിനെ ആർക്കൊക്കെ റിലീസ് ചെയ്യണം എന്നുണ്ടോ
അതാത് രാജ്യങ്ങളിൽ കൊണ്ട് ഞങ്ങൾ റിലീസ് ചെയ്യാം. കാരണം അവരെ ഇനി ഗാസയ്ക്കുള്ളിൽ വിടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അവർ ഹമാസ് ഇപ്പം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലും 10 മടങ്ങ് ഇരട്ടിയിൽ ഇസ്രായേലിനെ ദ്രോഹിക്കാനുള്ള മാനസികാവസ്ഥയുള്ള ആൾക്കാരാണ്. അവരെ എങ്ങനെയാണ് ഞങ്ങളുടെ മുറ്റത്ത് ഇറക്കി വിടുന്നത്? അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഞങ്ങൾക്ക് വേണമെങ്കിൽ അവരെ ജയിലിനകത്ത് വെച്ചിട്ട് ഞങ്ങൾ എത്ര കാലം വേണമെങ്കിലും അവരെ തീറ്റിപ്പോറ്റാം, ഒരു പ്രശ്നമില്ല. ഇത്രയും നാൾ അവർ ജയിലിൻ്റെ ഉള്ളിൽ ജീവിച്ചനിൽ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണല്ലോ നിങ്ങൾ അവരെ മോചിപ്പിക്കണം എന്ന് പറയുന്നത്. ഇവരുടെ മോചനം ആഗ്രഹിക്കുന്ന സോ കോൾഡ് കൺട്രീസ് ഉണ്ടല്ലോ, ആ രാജ്യങ്ങളിലേക്ക് ഞങ്ങൾ ഇവരെ ഇറക്കി വിടാം. ആർക്കൊക്കെയാണ് ഇവരെ കൊണ്ടുപോകാൻ താല്പര്യം നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക, പ്ലീസ് ലെറ്റ് us know എന്നാണ് നെതന്യാഹു പറഞ്ഞത്. അത് ഞങ്ങളെ അറിയിക്കുക, നിങ്ങൾക്ക് എത്ര പേരെ വേണോ ഞങ്ങൾ അവരെ അവിടെ കൊണ്ട് ഇറക്കി വിടാം, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ ആരൊക്കെയാണ് ഇപ്പോൾ ഇനി മുന്നോട്ട് വരുന്നത് നോക്കാം. ഖത്തറാണോ, ഇനി തുർക്കിയാണോ, ഈജിപ്റ്റ് ആണോ, ജോർദാനാണോ ഈ പലസ്തീനികളെ വേണ്ടെന്നുള്ളത് അവർ ചോദിച്ച് മേടിച്ചോട്ടെ. അപ്പോൾ ഇതാണ് പാലസ്തീൻ ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ച സമയത്ത് ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് കൊടുത്ത മറുപടി. പുതിയൊരു ഗവൺമെൻസ് അവിടെ രൂപീകരിക്കുന്നുണ്ട്. അവരായിരിക്കും ഗാസയുടെ നടത്തിപ്പ് കാര്യങ്ങൾ ഇനി മുന്നോട്ട് നീക്കാൻ പോകുന്നത്. പിന്നെ ഈ ഫണ്ടിങ് സിസ്റ്റത്തിൽ വേണമെങ്കിൽ പല രീതിയിലുള്ള ഇൻവോൾവ്മെന്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും തന്നെ അതെല്ലാം ക്ലിയർ ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടുള്ള ഫണ്ടിങ് സിസ്റ്റം ആയിരിക്കും ഇനി ഗാസയ്ക്കുള്ളിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഗാസയെ റീബിൽഡ് ചെയ്യും. അത് കൃത്യമായിട്ട് ട്രംപിന്റെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ ഇൻവോൾവ്മെന്റോട് കൂടി തന്നെയാണ് റീബിൽഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും റിവേറിയ പ്ലാനിലോട്ട് തന്നെയാണ് പോകുന്നത്. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. അങ്ങനെ ട്രംപിന്റെ മനസ്സിൽ ഒരു ലഡു പൊട്ടിയിരിക്കുകയാണ്. ഗാസയുടെ ഫൂട്ടേജ് ഞാനിവിടെ കുറച്ച് വെച്ച് പോയിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെയാണ് ഗാസയുടെ ഇപ്പോഴത്തെ അവസ്ഥ. നിങ്ങൾ കണ്ടല്ലോ ഈ ഷെൽട്ടറും കാര്യങ്ങളൊക്കെ. ഈ ഒരു രീതിയിലാണ് ഗാസയുള്ളത്. അപ്പോൾ എന്തായാലും ഇതാണ് ഗാസയിലുള്ള സ്ഥിതിവിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും യുദ്ധം അവസാനിപ്പിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ഇത് കുറേ കാലമായി തുടങ്ങിയിട്ട് അവിടെ മിഡിൽ ഈസ്റ്റിൽ സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് നോർമലൈസ്ഡ് ആവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിലുപരിയായിട്ട് അടുത്ത വിഷയം വന്നു കഴിഞ്ഞാൽ ട്രംപ് ഹോളിവുഡ് സിനിമാ ഫീൽഡ് അമേരിക്കയിൽ അവർക്ക് താരിഫ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് നിങ്ങൾ എല്ലാ പ്രൊഡക്ഷൻസ് എല്ലാം തന്നെ നിങ്ങൾ അമേരിക്കയുടെ ഉള്ളിൽ തന്നെ നടത്തണം, മറ്റുള്ള രാജ്യങ്ങളിൽ പോയൊന്നും നടത്താൻ പാടില്ല. ഇതൊക്കെ ഒരു സിനിമാ ഫീൽഡിലേക്കൊക്കെ ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് തരത്തിലുള്ള കലാമൂല്യ ബോധമാണ് പുള്ളിക്ക് ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. പക്ഷേ ഇങ്ങനെയാണ് പുള്ളിക്കാരൻ ഇപ്പം ഹോളിവുഡ് ഇൻഡസ്ട്രിക്ക് ഒരു ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ പുള്ളിക്കാരൻ പറയുന്നത് സഹറാൻ മംദാനി എന്ന് പറയുന്നത് ന്യൂയോർക്കിലെ മേയർ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് മത്സരിച്ച് പ്രിലിമിനറിയിൽ വിജയിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അയാൾക്ക് മേയറായിട്ട് മത്സരിക്കാനുള്ള എലിജിബിലിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അയാൾ മത്സരിച്ച് കഴിഞ്ഞാൽ ഒരു മുസ്ലിം മേയറായിട്ട് ന്യൂയോർക്കിൽ വരാൻ സാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് സോറാൻ മംദാനി. നെതന്യാഹു ന്യൂയോർക്കിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യും എന്ന് വരെ പറഞ്ഞ വ്യക്തിയാണ് സോറാൻ മംദാനി. UK വിസിറ്റ് ചെയ്ത സമയത്ത് ലണ്ടൻ മേയറായിട്ടുള്ള സാദിഖ് ഖാന്റെ പേര് പറഞ്ഞ് UK ശരിയത്ത് ലോ കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു ഇസ്ലാമിക് UK ആയിട്ട് മാറാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് വന്നത് ട്രംപ്. അതേ ട്രംപിന് ഇപ്പോൾ ഈ ഒരു അവസ്ഥ വരികയാണ്. സോറാൻ മംദാനിയും ഇതേപോലത്തെ മറ്റൊരു സാദിഖ് ഖാനാണ്. അപ്പം അതായത് ലണ്ടൻ മേയർ മാത്രമല്ല ന്യൂയോർക്ക് മേയറും ഇപ്പം ആ കാറ്റഗറിയിൽ തന്നെയാണ് വരുന്നത്. അപ്പം ന്യൂയോർക്കിലും ഇതേപോലെ ശരിയത്ത് ലോ കൊണ്ടുവരുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പം ലണ്ടൻ അമേരിക്കയിൽ ട്രംപിനെ നോക്കി ചോദിക്കുന്നത്. അത് വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് സോറാൻ മംദാനി വിജയിച്ചു കഴിഞ്ഞാൽ യൂറോപ്പിന്റെ മോൾഡോവ അതേ ടെക്നിക്ക് ഞാൻ ആ വിജയം അംഗീകരിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിപ്പം അംഗീകരിക്കില്ല എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? അപ്പോൾ ജനങ്ങളാണ് വോട്ടിട്ട് ആളിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ പിന്നെ ട്രംപ് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതിനെ ഒന്നും തന്നെ ചെയ്യാനില്ല അവിടെ. അപ്പോൾ എന്തായാലും സോറാൻ മംദാനി ന്യൂയോർക്ക് മേയറായിട്ട് വന്നു കഴിഞ്ഞാൽ ട്രംപിനൊരു തലവേദനയാവും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. തായ്വാൻ ഇപ്പോൾ യൂറോപ്പുമായിട്ട് ഒരു ചർച്ച നടത്തുകയാണ്. അതായത് നിങ്ങൾ എങ്ങനെയാണോ ഉക്രൈനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെ, നിങ്ങൾ എങ്ങനെയാണോ മോൾഡോവയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെ ഞങ്ങൾക്കും ഒരു പ്രൊട്ടക്ഷൻ തരാൻ പറ്റുമോ തായ്വാൻ? അതായത് നിങ്ങൾ ക്ലാരിഫൈ ചെയ്യണം. യൂറോപ്പ് ജസ്റ്റ് നീഡ് ടു ക്ലാരിഫൈ ദാറ്റ് അവർ ബീജിങ്ങിനോടൊപ്പമാണോ തായ്വാനോടൊപ്പമാണോ എന്നുള്ള ഒരു ചോദ്യത്തിനുള്ളൊരു ഉത്തരം കിട്ടണമെന്നാണ് തായ്വാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം യൂറോപ്പുമായിട്ട് റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് അമേരിക്കയെ പോലും ഇപ്പോൾ വിശ്വാസമില്ല തായ്വാന്. കാരണം അമേരിക്കയിൽ ട്രംപ് ഇപ്പോൾ കൂടുതലും ചൈനയോട് ചായ്വുള്ള രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് നടത്തുന്നത്. അതിലുപരിയായിട്ട് തായ്വാൻ ഇപ്പം ഇറക്കി കൊടുക്കാമെന്ന് പറഞ്ഞ ആയുധങ്ങൾ പോലും ഇപ്പോൾ കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. അത് തന്നെ ഇപ്പം പൗസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് അവസ്ഥ. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഷീ ജിൻപിങ്ങുമായിട്ട് ഒരു മീറ്റിംഗ് നടത്താനിരിക്കുകയാണ്. അപ്പോൾ അതിൽ അമേരിക്കയ്ക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് വരുതിക്ക് വരുത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചൈനയോട് ഇത്തിരി ചായ്വ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ തായ്വാൻ ഇത്തിരി അസ്വസ്ഥരാണ്. ആ അസ്വസ്ഥതയാണ് അവർ യൂറോപ്പിലൂടെ പ്രകടിപ്പിച്ചത്. യൂറോപ്പ് ഒരു ഉത്തരവും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു രാജ്യങ്ങൾ എടുക്കില്ല. കാരണം അവർ ഇൻഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ തായ്വാന് ഏറ്റവും കൂടുതൽ യൂറോപ്പുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാം. അതിലുപരിയായിട്ട് ഒരു രാജ്യങ്ങളും ഓപ്പൺ ആയിട്ട് ഒരു സപ്പോർട്ട് അങ്ങനെ കൊടുക്കത്തില്ല. പ്രത്യേകിച്ച് ചൈനയ്ക്കെതിരേക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ ഓപ്പൺ ആയിട്ട് കൊടുക്കില്ല. അത് കഴിഞ്ഞാൽ ട്രംപ് യൂട്യൂബിനെതിരെ, അതായത് 2021 മുതൽ 2024-25 കാലഘട്ടങ്ങളിൽ എൻ്റെ ഫ്രീഡം ഓഫ് സ്പീച്ച് നിങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിരുന്നു, തടഞ്ഞു വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നഷ്ടപരിഹാരമായിട്ട് എനിക്ക് $24.5 മില്യൺ എനിക്ക് തരണം നഷ്ടപരിഹാരമായിട്ട്. ആരാണ്? യൂട്യൂബ് തരണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ്. അതായത് പുള്ളിക്കാരൻ ഭയങ്കര ബിസിനസ്മാനാണ്, ഭയങ്കര പൈസയുണ്ട്, ലക്ഷറി ആയിട്ട് ജീവിച്ച ആളാണ്, റിയൽ എസ്റ്റേറ്റിൽ അഗ്രഗണ്യനാണ്, പലതവണ ബാങ്ക്രപ്സിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ട്രംപിൻ്റെ തന്നെ പല കമ്പനികളെയും പാപ്പർ നോട്ടീസ് കൊടുത്ത് അറിയിച്ചിട്ടുണ്ട് കോടതിയിൽ. മിടുക്കനായ ബിസിനസ്മാൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഇതാണ് ട്രംപിൻ്റെ നാച്ചർ. ആ ട്രംപാണ് ഇപ്പം യൂട്യൂബിൽ നിന്നും പൈസ വേണമെന്ന് പറയുന്നത്. എൻ്റെ ഫ്രീഡം ഓഫ് സ്പീച്ച് അതിനെ നിങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിരുന്നു, അതുകൊണ്ടാണ് ഈ നഷ്ടപരിഹാരം ഞാൻ ചോദിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ എന്തായാലും കമ്പനികളെ നശിപ്പിക്കാൻ, ഇപ്പോൾ അമേരിക്കയിലുള്ള കമ്പനികളെ എങ്ങനെയെങ്കിലും നശിപ്പിച്ച് തൊലച്ച് കൈ കൊടുക്കുക എന്നുള്ളതാണ് പുള്ളിക്കാരൻ്റെ ഒരു ഉദ്ദേശം തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള താരിഫ്, വിസ റദ്ദാക്കൽ, IT കമ്പനികളെ വിളിച്ചിട്ട് നിങ്ങൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുമെന്നൊക്കെ ചോദിക്കൽ. ഇപ്പോൾ അത് അടുത്ത് പേഴ്സണലായിട്ട് തന്നെ 24.5 മില്യൺ, ചിലവിന് പൈസ ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ അതിനിപ്പോൾ യൂട്യൂബിന് പുറകെ ഇറങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെയാണ് അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില സ്ഥിതിവിശേഷങ്ങൾ. ഇപ്പോൾ കുറേ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.